ഹായ് വെൽക്കം ടു ജി കെ ഡാഡ്സ് കിച്ചൺ. നമുക്കിന്ന് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ചോപ്പ് ചെയ്ത ഒനിയൻ, അടുത്തതായിട്ട് ക്യാപ്സിക്കം, ടൊമാറ്റോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത്, പിന്നെ നമുക്ക് മൊസറല്ല ചീസ് എടുക്കാവുന്നതാണ്. അതിനുശേഷം ചീസ് സ്ലൈസായിട്ടുള്ള ചീസ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ബ്രെഡ് എടുക്കാവുന്നതാണ്. നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് നമുക്ക് സ്വല്പം ബട്ടർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെക്കാം. രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്ത ശേഷം ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടി. ബ്രെഡ് വെച്ച ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കാം. നമുക്ക് ഇനിയും ബ്രെഡ് തിരിച്ചിടാവുന്നതാണ്. ഇത് തിരിച്ചിട്ട ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്യാം. നമുക്ക് തിരിച്ചിട്ട ശേഷം നമുക്ക് രണ്ട് സൈഡിലും ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചീസ് ഇടാവുന്നതാണ്. നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ഒനിയൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ക്യാപ്സിക്കവും ഒനിയനും ചേർത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ ചേർക്കാം. അടുത്തായിട്ട് ടൊമാറ്റോ നമ്മൾ ചേർത്തിരിക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ചീസ് ചേർക്കാവുന്നതാണ്. ഈ ടൈപ്പിലുള്ള ചീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചീസ് ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് രണ്ട് ബ്രെഡും ഒന്നിച്ച് വെക്കാവുന്നതാണ്. അതിനുശേഷം തീ ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് രണ്ട് സൈഡും ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ഫ്ലെയിം പാടുള്ളൂ. ചെറിയ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ട് സൈഡും മുരിച്ചെടുക്കാവുന്നതാണ്. ഇത് ചെറിയ തീയിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ വേണ്ടി. ചെറിയ തീയിൽ കുക്ക് ചെയ്യാവുന്നതാണ്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും കുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് രണ്ട് സൈഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട്? സൂപ്പർ.